അദ്ദേഹം ജീവിതത്തിനോട് വിട പറയുന്ന അന്ന് ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത എഴുതി. എഴുതിയ ആ കവിത പിന്നെ പ്രസിദ്ധീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് അദ്ദേഹം ലോകം വിട്ടുപോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇത്തിരി നേരം എന്ന ഈ പരിപാടിയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊല്ലത്തിൻ്റെ ചരിത്ര വഴികളിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. ഒരുപാട് വ്യക്തികളുണ്ട്, ചരിത്ര പുരുഷന്മാരായിട്ടും സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എങ്കിൽ പോലും അത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രണയ കാവ്യമാണ് രമണൻ. എല്ലാവർക്കും അറിയാം. ആ രമണൻ എന്ന കാവ്യം എഴുതിയത് ചങ്ങമ്പുഴയാണ്. അപ്പോൾ അതിന് കാരണക്കാരനായ ഒരാൾ നമ്മുടെ അതായത് ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹം കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി, അറിയാനുള്ളൊരാഗ്രഹം, എന്താണ് സംഭവം, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കവിതകളൊക്കെ അത്ര എന്തായിരുന്നു ഒക്കെ അറിയാനുള്ളൊരാഗ്രഹം. നമ്മുടെ കൂടെയുള്ളത് അഞ്ചാലുമൂട് സ്വദേശി, ഒരു സാമൂഹ്യ നിരീക്ഷകനും ഒക്കെ ആയിട്ടുള്ള പൊതുപ്രവർത്തകനായിട്ടുള്ള മഞ്ജുനാഥാണ്. നമുക്ക് അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ ചോദിക്കാം. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ട്. മഞ്ജണ്ണ നമസ്കാരം. അപ്പോൾ ഇടപ്പള്ളി രാഘവൻ കൃഷി കൊല്ലംകാരനാണോ? കൃഷ്ണരാജ് അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ഇടപ്പള്ളി നിവാസിയാണ്, എറണാകുളം ജില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യസമയത്ത് അദ്ദേഹം കൊല്ലത്ത് വരികയാണുണ്ടായത്. അത് വരാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ദാരുണ സംഭവങ്ങളുണ്ട്. അപ്പം തുടക്കത്തിലിപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ഒരേ നാട്ടുകാരനായിരുന്നു, ഒരു അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ തന്നെ ആ നാട്ടിൽ വളരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചങ്ങമ്പുഴ അദ്ദേഹമായിട്ട്. പക്ഷെ അവർ തമ്മിൽ രണ്ടുപേരും അറിയപ്പെടുന്ന കവികളാണ്, റൊമാൻറ്റിക്കൽ പോയിറ്റ്സ് ആണ്, കാൽപ്പനിക കവികളാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ആരോഗ്യപരമായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു കവികൾ തമ്മിൽ. അതിൽ MK സാനുമാഷിൻ്റെ ഒരു പുസ്തകമുണ്ട്, ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാതനം. അതിൽ അദ്ദേഹം അത് സവിസ്തരം അത് പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള യോജിപ്പും വിയോജിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടുപേരും വളരെ സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന് ഇടപ്പള്ളി രാഘവൻ പിള്ളയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മാതാവ് മരണപ്പെട്ടു. അച്ഛൻ പുനർവിവാഹം ചെയ്തു. അവിടെ രണ്ടാമയുമായി അദ്ദേഹത്തിന് യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ വളരെ ചെറിയ പ്രായത്തിൽ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇദ്ദേഹം വളരെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിൽ, പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷെ അത് തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം കൂലിപ്പണിക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് ആരുടെയൊക്കെ സഹായത്തിൽ അദ്ദേഹം പഠിച്ചു. അക്കാലത്ത് നല്ല നിലയിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട് ഈ വലിയ പ്രഭു മന്ദിരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ പോയ ഒരു പ്രമാണിയുടെ വീട്ടിലെ മകൾ ആ മകളുമായി പ്രണയബദ്ധമാകും. അത് ആ പ്രണയബന്ധത്തിലേക്ക് പോകാതിരിക്കാൻ കഴിവതും അദ്ദേഹം ശ്രമിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഈ പെൺകുട്ടി അങ്ങനെ ആയിരുന്നില്ലല്ലോ. കഥ അതുപോലെയാണ്. അതായത് രമണൻ സിനിമയ്ക്കകത്ത് നമുക്കറിയാം, സംഭൂതമീ പ്രേമ സിദ്ധിക്കായി പച്ചില കുമ്പിളും കൂട്ടി ഞാൻ പിച്ചതണ്ടെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതേ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന അദ്ദേഹത്തിന് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പിന്നീട് അവർ പ്രണയബന്ധത്തിലേക്ക് വരുന്നത്. പക്ഷേ ചങ്ങമ്പുഴ തന്നെ പറഞ്ഞിട്ടുണ്ട്, കന്യമാർക്ക് നവ്യാനുരാഗങ്ങൾ കമ്മറശോണിത സ്ഫടിക വളകൾ, ഒന്ന് പോയാൽ മറ്റൊന്ന്. അതുപോലെ കുറച്ചുകൂടി പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞ തേപ്പ് പോലെ അങ്ങനെ ഇപ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ വലിയൊരു ബന്ധം, കല്യാണം വേറെ ആലോചന വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ആ കല്യാണത്തിന് സമ്മതിക്കുകയും, പക്ഷേ ഇദ്ദേഹം അറിയാമല്ലോ, അത്രയും കാൽപ്പനികമായ മനസ്സുള്ള ഒരു കലാകാരനാണ്, കവിയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു പോരും. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലത്തേക്ക് വരുന്നത്.
കൊല്ലത്ത് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇടപ്പള്ളിക്കാണെങ്കിലും ചങ്ങമ്പുഴയ്ക്കാണെങ്കിലും കേരളത്തിലെമ്പാടും ആരാധികമാർ ധാരാളം ഉണ്ടായിരുന്നു. കൊല്ലത്ത് തന്നെ അദ്ദേഹത്തിന് ജീവിതം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യ പ്രണയത്തിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ തീർത്തും യാദൃശ്ചികമെന്ന് പറയാൻ പറ്റില്ല. ആ കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിൻ്റെ കുറി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഈ ആദ്യ പ്രണയത്തിൻ്റെ ആ കല്യാണം കുറി ലഭിച്ചതിന് ശേഷം അദ്ദേഹം കല്യാണത്തന്ന് രാത്രിയിൽ അദ്ദേഹം ഈ ലോകത്തിനോട് വിട പറയുകയാണ്. അപ്പോൾ രമണനി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ചങ്ങമ്പുഴ ഇത് തൻ്റെ സുഹൃത്ത്, എല്ലാ തരത്തിലുള്ള സുഹൃത്താണ്, ഇണക്കത്തിലും പിണക്കത്തിലുമുള്ള സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ അകാല വിയോഗത്തിൽ അദ്ദേഹം പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ചങ്ങമ്പുഴ ഈ രമണൻ കൃതി എഴുതുന്നത്. രമണൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വരിയാണ്, കാനനച്ചായയിൽ മേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ. ആ വരികൾ എല്ലാവർക്കും അറിയാം. അതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു എഴുത്തു രീതിയുണ്ട്, പാസ്റ്ററൽ എലിജി എന്ന് പറയും. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അജപാല വിലാപ കാവ്യം അല്ലെങ്കിൽ ഗ്രാമ്യ വിലാപ കാവ്യം എന്നൊക്കെ പറയാം. അതിലെ കഥാപാത്രങ്ങൾ ഈ ആട്ടിടയന്മാരാണ്. അതിലൊരാൾ നഷ്ടപ്പെടുന്നു, പിന്നീട് അയാൾക്ക് വേണ്ടി മറ്റേയാളെ വിലപിക്കുന്നു, പിന്നെ അവസാനം അത് ലോകത്തിൻ്റെ സ്വാഭാവിക നടത്തിപ്പാണെന്നുള്ള തിരിച്ചറിവിൽ അങ്ങനെ പോകുന്നു. അതാണ് ഈ പാസ്റ്ററൽ എലിജിയുടെ ഒരു രീതി. അപ്പോൾ അത്തരമൊരു ആംഗലേയ കവിതാ രീതി കൂടി ഇതുവഴി പിന്നെ ചങ്ങമ്പുഴ മലയാളത്തെ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു ജീവിതത്തിന് പ്രസാദാത്മകമായി കണ്ടിരുന്ന ഒരു ആളായിരുന്നു ഇടപ്പള്ളി. ഒരുപാട് കഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു വന്ന ഏതെങ്കിലും കവിതകളിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിലൊന്ന്, പാടത്തു നെന്മണി കൊത്തിപ്പറക്കുന്ന മാടപ്പിറാക്കളെ നോക്കി നോക്കി മാനഞ്ചും കണ്ണിയാൾ ആനന്ദസ്തബ്ധയായി മാനവം നോക്കി നിന്നിടുന്നേരം ഞാൻ അരികത്തണഞ്ഞഞ്ചാറ് പൂവവൾ കാണാതെ മന്ദം അപഹരിച്ചാൽ ആട്ടെ എന്നുള്ളൊരു വാക്കിൽ പരിഭവം ആക്കിയവൾ നിൽക്കും മൗനമായി. എങ്കിലും അന്ന് ഞാൻ ഓർത്തതില്ല ഓമലാൾ എൻ കരൽ താര് കവർന്ന കാര്യം. അപ്പോൾ ജീവിതത്തിന് അത്രയും പ്രസാദാത്മകമായി കണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഈ ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചു. അതാണ് സംഭവിച്ചത്. അദ്ദേഹം ജീവിതത്തിനോട് വിട പറയുന്ന അന്ന് ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത എഴുതി. ആ കവിത പിന്നെ പ്രസിദ്ധീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് അദ്ദേഹം ലോകം വിട്ടുപോകുന്നത്. മുളങ്കാട് ശ്മശാനത്തിലാണ് പുള്ളി അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത് ആ സമകാലീന കാലഘട്ടത്തിൽ നമ്മൾ തിരുനെല്ലൂരൊക്കെ ഇല്ലല്ലേ, അതിന് മുമ്പൊക്കെയുള്ള കാലഘട്ടം. അവർ ഏകദേശം ഒരു സമയം അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പിലാണ് തിരുനെല്ലൂർ. അദ്ദേഹമൊക്കെ കാവ്യസബരിയിലേക്ക് വരുന്നതിന് കുറച്ചുകൂടെ മുമ്പാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമൊക്കെ വിസ്മൃതിയിലായിരുന്നു. പതിറ്റാണ്ടുകളോളം വിസ്മൃതിയിലായിരുന്നു. പിന്നീട് നമ്മുടെ കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ആ സ്ഥലം കണ്ടെടുക്കുകയും തിരിച്ചറിഞ്ഞ് അത് പിന്നീട് ഇപ്പോൾ ഒരു സ്മൃതി മണ്ഡപമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മുളങ്കാട്. അപ്പോൾ ഒരു നല്ല അറിവാണ് ഇത്തരത്തിലുള്ള കൊല്ലത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ നടന്നുപോയ ഇടപ്പള്ളിയെപ്പോലെ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. പാടിയ പാട്ടിൻ ശേഷം നിത്യാന്തതയിൽ നിനക്കിത്തരം ഗീതം